അമൃത ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുഡ് ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്നോറിംഗ് അല്ലെങ്കിൽ കൂർക്കം വലി എന്ന് പറയുന്ന വിഷയത്തെ പറ്റിയാണ്. ഈ വിഷയത്തെപ്പറ്റി നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ രേണുക. ഡോക്ടർ രേണുക അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ENT വിഭാഗം കൺസൾട്ടൻറ്റും പ്രൊഫസറുമാണ്. നമസ്കാരം ഡോക്ടർ, ഗുഡ് ഹെൽത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപാട് ആൾക്കാർക്ക് ഈ പ്രശ്നമുണ്ട്, പക്ഷേ ആ ആളറിയണമെന്നില്ല, കൂടെയുള്ള ആൾ അത് പലപ്പോഴും അറിയും. അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖമാണ് കൂർക്കം വലി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പം കൂർക്കം വലി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പലപ്പോഴും ഉറക്കത്തിൽ സാധാരണ പലരും കൂർക്കം വലിക്കാറുണ്ട്, ചിലരുടെ ശബ്ദത്തിന് ഒരുപാട് കൂടാൻ കുറയാൻ, എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂർക്കം വലി ഉണ്ടാകുന്നത്? കൂർക്കം വലി എന്ന് വെച്ചാൽ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ സാധാരണയായിട്ടുള്ള ഒരാൾക്ക് ശ്വാസം എടുക്കുമ്പോൾ ശ്വാസനാളത്തിൽ കൂടെ ശ്വാസകോശങ്ങളിലോട്ട് പോകുന്നു, അവിടുന്ന് ഹാർട്ട് വഴി നമ്മുടെ ഓക്സിജൻ ദേഹം മുഴുവൻ സപ്ലൈ ചെയ്യുന്നു. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഈ ശ്വാസനാളത്തിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ മസിൽസ് വൈബ്രേറ്റ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞ കൂർക്കം വലി. അപ്പം മൂക്കിനകത്തുകൂടെ പോയി തൊണ്ടയിലൂടെ പോയി ശ്വാസകോശത്തിലേക്ക് പോയി അതേപോലെ തിരിച്ചു വരണം, അവിടെയൊക്കെ ഫ്രീ ആയിരിക്കണം. എന്തെങ്കിലും പ്രോബ്ലം മൂക്കിൻ്റെ പുറകുവശം, അണ്ണാക്ക്, ടങ്ങിൻ്റെ ബേസിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ എയർവേ കൊളാപ്സ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ കൂർക്കം വലി വരുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദ ഡിഗ്രി ഓഫ് കൊളാപ്സ് ആണ് നമുക്ക് സിവിയറിറ്റി കൂടുന്നത്. എന്തുകൊണ്ടാണ് ഉറക്കത്തിൽ മാത്രം അങ്ങനെ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പകലും കൂർക്കം വലിക്കാവോ, അല്ല രാത്രി മാത്രം എന്തുകൊണ്ടാണ് ഈ ശബ്ദം വരുന്നത്? അത് ശരിയാണ്, തീർച്ചയായിട്ടും. ലൈക്ക് നമ്മൾ എഴുന്നേറ്റിരിക്കുമ്പോൾ നമ്മുടെ മസിൽസ് എല്ലാം നമ്മുടെ ബ്രെയിനാണ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മളുടെ ഒരു പരിധി വരെ നമ്മുടെ കൺട്രോളിലാണ്. തീർച്ചയായിട്ടും. അപ്പോൾ രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ മസിൽസ് എല്ലാം അങ്ങ് തളർന്ന് അങ്ങ് ഉറങ്ങുവാണ്, കൺട്രോൾ കിട്ടുന്നില്ല. ആ സമയത്ത് ഈ മസിൽസ് കൊളാപ്സ് ചെയ്ത് ഈ എയർവേ നാരോ ആക്കുന്നുണ്ട്. ആ നാരോഡ് എയർവേ കൂടെ ഈ ശ്വാസം എടുക്കുമ്പോൾ ഉള്ള വൈബ്രേഷൻ കൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ട് രാത്രി കൂടുന്നത്. പലരും ഇങ്ങനെ രാത്രി അല്ലാതെ പകലും കൂർക്കം വലിക്കുന്ന കാണാറുണ്ട്. അത് എന്തെങ്കിലും ഡേഞ്ചർ സൈൻ ആണോ അല്ലെങ്കിൽ വാർണിംഗ് സൈൻ ആണോ? അത് വളരെ പ്രോബ്ലം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂർക്കം വലി, പിന്നെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഇൻ ദ സെൻസ് 10 സെക്കൻഡിൽ കൂടുതൽ നമ്മൾ ശ്വാസം എടുക്കാണ്ട് പേഷ്യൻ്റ് നിൽക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് ഓക്സിജൻ സെൽസിലോട്ട് കിട്ടാണ്ട് വരും. ഇമ്മീഡിയറ്റ്ലി മെസ്സേജ് വിൽ ബി സെൻഡ് ടു ദ ബ്രെയിൻ, ലൈക്ക് എഴുന്നേക്കണം, ശ്വാസം എടുക്കണം. അപ്പോൾ പല പ്രാവശ്യം ബ്രെയിൻ ഞെട്ടും. ബ്രെയിൻ എഴുന്നേറ്റ് പല ഹാർട്ടിന് പമ്പ് ചെയ്യാൻ പറയുന്നു, അങ്ങനെ ശ്വാസം എടുക്കേണ്ടി വരുന്നു. അത് വരുമ്പോഴത്തേക്കും അവർക്ക് ആവശ്യമായ ഉറക്കം കിട്ടുന്നില്ല, ശരിക്കുള്ള ഉറക്കം കിട്ടുന്നില്ല. അപ്പം നെക്സ്റ്റ് ഡേ നമ്മൾ വർക്കിന് പോകുമ്പോൾ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ, വണ്ടി ഓട്ടിക്കുമ്പോൾ, വേറെ ആക്ടിവിറ്റി വളരെ കുറച്ച് സമയം വരുമ്പോഴത്തേക്കും ബ്രെയിൻ അങ്ങ് റിലാക്സ്ഡ് ആവും, ഇമ്മീഡിയറ്റ്ലി വിൽ സ്ലീപ്. പകല് ഇരുന്ന് കൂർക്കം വലിക്കുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം, വളരെ ഡേഞ്ചറസ് ആണ്. അത് നമ്മൾ ഡെഫിനറ്റ്ലി ഇവാലുവേറ്റ് ചെയ്യണം. ഡോക്ടർ ENT സർജനാണ്, ഒരുപാട് രോഗികളെ ഇങ്ങനെ കൂർക്കം വലിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൂർക്കം വലിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം വെയിറ്റ്, നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് തടി കൂടുന്നതാണ് ഇത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി ഡ്രിങ്കിങ് കൂടുതലുള്ളപ്പോൾ, ശരിക്കും പറഞ്ഞാൽ ഡ്രിങ്കിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങുമ്പോൾ നമ്മുടെ മസിൽസ് ആൽക്കഹോൾ കഴിച്ചുറങ്ങുമ്പോൾ നമ്മുടെ മസിൽസ് കൂടുതൽ റിലാക്സ്ഡ് ആവും. സാധാരണ കൂടുതൽ സ്നോറിങ് അപ്പോൾ കാണാറുണ്ട്. ഇതാണ് നമ്മുടെ. പിന്നെ കുട്ടികളിലും വലിയ ആൾക്കാരിലും ഉള്ള കാരണങ്ങൾ വ്യത്യാസമാണ്. കുട്ടികളിൽ എന്തുകൊണ്ടാണ്? കുട്ടികളിൽ ഇത്ര തടിയൊന്നും ഇല്ലെങ്കിലും പലരും കൂർക്കം വലിക്കുന്നത് കാണാറുണ്ട്. സാധാരണ കുട്ടികളിൽ കാണുന്നത് കാരണങ്ങൾ, ഒന്നാമത്തെ അഡിനോയിഡ്, മൂക്കിന്റെ പുറകെ ഉള്ള ഒരു അഡിനോയിഡ് ടിഷ്യൂ ഹൈപ്പർട്രോഫി കാരണം ഗ്രന്ഥി വലുതാവുന്നു. നോർമലി അത് ഒരു 4 to 6 ഇയേഴ്സിലൊക്കെയാണ് അതിൻ്റെ മാക്സിമം ഗ്രോത്ത് ഉണ്ടാകുന്നത്. അത് കാരണം കുട്ടികൾക്ക് നാരോഡ് എയർവേ ഉണ്ടാകുന്നു. രണ്ടാമത്തത് ടോൺസിൽസ്, എലോങ് വിത്ത് അഡിനോയിഡ് ടോൺസിൽസും ഹൈപ്പർട്രോഫി ഉണ്ടാകും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് വരുന്നത്, അലർജി എന്തെങ്കിലും ഉണ്ടോ, അതാദ്യം കൺട്രോൾ ചെയ്യാൻ നമുക്ക് നോക്കണം. എസ്പെഷ്യലി പാസീവ് സ്മോക്കിംഗ് ഓൾസോ നമ്മൾ ചോദിക്കണം. ലൈക്ക് ഫാമിലിയിൽ ആരെങ്കിലും സ്മോക്കിംഗ് ഉണ്ടോ, അച്ഛനോ മറ്റു സ്മോക്ക് ചെയ്യുന്ന കൂടെ ഇരിക്കുന്ന കുട്ടി, അതിൻ്റെ ഇത് കാരണം പാസീവ് സ്മോക്കിംഗ്. അപ്പോൾ അഡിനോയിഡ് ഹൈപ്പർട്രോഫി ഉണ്ടോ, ടോൺസില ഹൈപ്പർട്രോഫി ഉണ്ടോ എന്നുള്ള കുട്ടികളിൽ നമ്മൾ നോക്കണം. വലിയ ആളുകളിൽ
നമുക്ക് ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം, കാരണം അതൊരു ചെറിയ ഇതാണ് നോസിനകത്ത്. എന്തെങ്കിലും ഇൻ ദ നേസോ ഫാരിങ്സ്, മൂക്കിൻ്റെ പുറകുവശം, പിന്നെ അണ്ണാക്കിൻ്റെ മുകളിൽ, പാലറ്റിൻ്റെ മുകളിൽ, പിന്നെ നമുക്ക് വായ്ക്കകത്ത് വലിയ ആളുകളിലും ടോൺസിലർ ഹൈപ്പർട്രോഫി ഉണ്ടാവും. നാക്കിൻ്റെ പുറകെ ടങ് ബേസ് അത് കൊളാപ്സ്, നമ്മൾ മലർന്ന് കിടക്കുമ്പോൾ നമുക്ക് ടങ് പുറകോട്ട് പോകുന്നു. അത് കാരണം കൊണ്ട് നമുക്ക് വരാം. അപ്പോൾ ഏത് ലെവലിലാണ് കൊളാപ്സ് എന്നുള്ളത് നമ്മൾ ആദ്യം അസസ് ചെയ്യണം. സാധാരണ ഞങ്ങൾ ചെയ്യുന്നത് ഇവിടെ ഒ പിയിൽ വരുമ്പോൾ തന്നെ ആഫ്റ്റർ ടേക്കിംഗ് പ്രോപ്പർ ഹിസ്റ്ററി നമ്മൾ ഫ്ലെക്സിബിൾ സ്കോപ്പി നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. ഫ്ലെക്സിബിൾ സ്കോപ്പി എന്ന് പറയുന്ന ഒരു ചെറിയ ട്യൂബ്, ഫ്ലെക്സിബിൾ ആയ ട്യൂബ് മൂക്കിൽ കൂടെ അങ്ങോട്ട് പാസ് ചെയ്യും. അത് ആദ്യം ചെറിയൊരു ലോക്കൽ അനസ്തീസിയ ഉള്ള ഒരു അറിയാതിരിക്കാൻ വേണ്ടി അത് വെച്ച് 5 minutes വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് മൂക്കിൽ കൂടെ, ദാറ്റ് ഈസ് എവേക്ക് ഫ്ലെക്സിബിൾ സ്കോപ്പി. അത് കോൺഷ്യസ് ആയിരിക്കുമ്പോൾ ഇടും. എന്നിട്ട് ഏത് ലെവലിലാണ് കൊളാപ്സ് എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കും. അത് കഴിഞ്ഞ് along with that blood test also should be done for all the patients. തൈറോയിഡ് നമ്മൾ നോക്കണം, ബിക്കോസ് ഹൈപ്പോതൈറോയിഡിസം ഒക്കെ വരുമ്പോഴത്തേക്കും പ്രോബ്ലം വരും. പിന്നെ along with that നമ്മൾ ലിപ്പിഡ് പ്രൊഫൈലും കൂടെ ചെക്ക് ചെയ്യാറുണ്ട്. കൊളസ്ട്രോൾ കൂടാറുണ്ട്. ഇത് രണ്ടും മെയിൻലി ചെക്ക് ചെയ്യണം. പിന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് സ്ലീപ്പ് സ്റ്റഡി. അതിന് മുന്നേ നമ്മൾ സ്കോപ്പി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ട്യൂബ് ഇടുന്ന സമയത്ത് സാധാരണ എന്തൊക്കെ കുഴപ്പങ്ങളാണ് നിങ്ങൾ കാണാറ്? പോളിപ്പ് എന്ന് പറയുന്നത് കാണാം, എന്തൊക്കെയാണ് സാധാരണ കാണുന്നത്? മൂക്കിനകത്തോട് നമ്മൾ ഇടുമ്പോൾ തന്നെ ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം, മൂക്കിന്റെ പാലം സ്ട്രെയിറ്റ് ആയിരിക്കണം, അത് കുറച്ച് വളഞ്ഞിരിക്കും. ഇപ്പം എല്ലാവർക്കും തന്നെ അത് വളരെ മിനിമലൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാക്കാറില്ല. വല്ലാണ്ട് വളഞ്ഞിട്ടുണ്ട്, സൈഡ് ബ്ലോക്ക് ആവും. പിന്നെ along with that എന്തെങ്കിലും ദശയും കൂടെ ഉണ്ട്, പോളിപ്പ് എന്ന്. പിന്നെ മൂക്കിന്റെ അത് കഴിഞ്ഞ് മൂക്കിന്റെ പുറകുവശത്ത് എന്തെങ്കിലും നേസോഫാരിങ്സ്, അവിടെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ നോക്കണം. അത് പിന്നെ റെട്രോ പാലറ്റൽ ലെവൽ, നമ്മുടെ അണ്ണാക്കിന്റെ ലെവലിൽ എന്തെങ്കിലും. പിന്നെ ടോൺസിലാർ ലെവൽ, അതായത് നമ്മുടെ വായ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ. ടങ് ബേസിൽ, ഇതൊക്കെയാണ് സാധാരണ നമ്മൾ സൈനസൈറ്റിസ്. കാരണം അത് ഓൺലി സൈനസൈറ്റിസ് കുറവാണ്, പക്ഷെ അലോങ് വിത്ത് ദാറ്റ് തീർച്ചയായിട്ടും അത് കാരണം വരാം. ഈവൻ ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം, സൈനസൈറ്റിസ്, പോളിപ്സ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് വരാം. അപ്പോൾ ഇങ്ങനെ ഇത് നമ്മൾ കൂർക്കം വലിയുണ്ട്, ആ രോഗി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മീൻസ് അത് ഉണ്ടാവുന്നതല്ല, അതിൽ റെഡ് ഫ്ലാഗ്സ് എന്ന് പറയാം. അതായത് നമുക്ക് ഈ കൂർക്കം വലിക്കുന്ന ഒരാൾക്ക് അവരുടെ വീട്ടുകാർ ഇയാൾക്ക് കൂർക്കം വലി മാത്രമല്ല മറ്റെന്തോ കുഴപ്പമുണ്ട്, എപ്പോഴാണ് സംശയിക്കേണ്ടത്? ഇത് കൂർക്കം വലിക്കുന്ന ആൾ ജസ്റ്റ് സിമ്പിൾ സ്നോറിങ് ആണോ, അതോ ഈ വ്യക്തിക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉണ്ടോ? ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രി വ്യക്തി ശ്വാസം എടുത്തുകൊണ്ടിരിക്കും, പെട്ടെന്ന് കൂർക്കം വലി ഒരു സമയത്ത് നിൽക്കും, ശ്വാസം കിട്ടാണ്ട് 10 സെക്കൻഡ്, ദാറ്റ്സ് കോൾഡ് ദ ആപ്നിയ, നിന്ന് പോകും. പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് പിന്നെയും ശ്വാസം എടുക്കാൻ തുടങ്ങും. അപ്പോൾ അപ്പോഴത്തേക്കും ബ്രെയിൻ എഴുന്നേറ്റ് മെസ്സേജ് കൊടുത്ത് കാണും, കിട്ടിയില്ല. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഓക്സിജൻ കുറയുന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഇറ്റ് വിൽ ബി ലൈക്ക് മെസ്സേജ് വിൽ ബി സെൻഡ് ടു ദ ഹാർട്ട് ലൈക്ക് പമ്പ് ഫാസ്റ്റ്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പിന്നെയും എഴുന്നേറ്റ് ശ്വാസം എടുക്കാൻ തുടങ്ങും. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ എഴുന്നേൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടും ഫ്രഷ് അല്ല, ഉറങ്ങിയിട്ടില്ല, ഇനിയും ഉറങ്ങണം. പിന്നെ ഒരു എപ്പോഴും എവിടെയെങ്കിലും ഇരുന്ന് ഉറങ്ങുക, ആക്സിഡൻസ് വരാൻ, വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങിപ്പോവുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി, ആൻഡ് ഈ ആപ്നിക് എപ്പിസോഡ്സ് മോർ ദാൻ 3 episodes എ വീക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ENT ഡോക്ടർ ആരെങ്കിലും ഒന്ന് കണ്ട് ചികിത്സ. കുട്ടികളിൽ നോക്കുകയാണ്, വായ തുറന്ന് ഉറങ്ങുന്ന ഒരുപാട് കുട്ടികളുണ്ട്, അവരും കൂർക്കം വലിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വായ തുറന്ന് ഉറങ്ങുന്ന കൂർക്കം വലിക്കുന്നത്? അത് മെയിൻലി മൂക്കിനകത്തൂടെ ശ്വാസം എടുക്കാൻ പറ്റാതെ വരുന്നത് കൊണ്ടാണ് അവർക്ക് വാ തുറന്ന് ഉറങ്ങേണ്ടി വരുന്നത്. അപ്പോഴും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, അഡിനോയിഡ് ഉണ്ടോ, ടോൺസിലർ ഹൈപ്പർട്രോഫി ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ENT സർജനെ കണ്ടു, അവർ എന്തോ കുഴപ്പമുണ്ടെന്ന് കണ്ടുപിടിച്ചു. ഇനി ഫർദർ എങ്ങനെയാണ് അത്? ഇപ്പോൾ ഒരു അഡൾട്ട് ആണെങ്കിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും, കുട്ടിയാണെങ്കിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും? കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അഡിനോയിഡും ടോൺസിലും ഉണ്ടോ അതോ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്ന് കൺഫേം ചെയ്തതിന് ശേഷം എയ്തർ വി ക്യാൻ ഡു വിത്ത് എൻഡോസ്കോപ്പി വെച്ച് കൺഫേം ചെയ്യാം, ഓർ അതർവൈസ് എക്സ്റേ വെച്ച് കൺഫേം ചെയ്യാം. യൂഷ്വലി നമ്മളൊരു കോഴ്സ് ഓഫ് നേസൽ സ്പ്രേ കൊടുക്കും 3 മാസത്തേക്ക്, സ്റ്റിറോയിഡ് നേസൽ സ്പ്രേ. പക്ഷെ അത് ഇറ്റ്സ് നോട്ട് ഹാംഫുൾ, അത് സിസ്റ്റമിക് സൈഡ് ഇഫക്ട്സ് ഒന്നുമില്ല, അവിടെ മാത്രം ലോക്കൽ സൈഡ് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഇഫ് ദർ ഈസ് എനി ഇംപ്രൂവ്മെൻറ്റ്, നല്ല ഇംപ്രൂവ്മെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വി ക്യാൻ വെയിറ്റ്. ദർ ഈസ് നോ ഇംപ്രൂവ്മെൻറ്റ് ആണെങ്കിൽ കുട്ടികളിൽ നമ്മൾ അഡിനോ ടോൺസിലെക്ടമി എന്ന് പറഞ്ഞ പ്രൊസീജിയർ, അഡിനോയിഡ് ടോൺസിലെക്ടമി.
അത് ബ്ലോക്ക് ചെയ്യുന്നത് ആ സാധനം എടുത്തു മാറ്റണം. അഡിനോയിഡും ടോൺസിലും എടുത്തു മാറ്റണം. അപ്പോൾ പലരും അതിനൊന്നും തയ്യാറാവില്ല, അല്ല സർജറി വേണ്ടെന്ന് പറയും. അങ്ങനെ സർജറി ചെയ്യാതിരിക്കുകയാണെങ്കിൽ അഡിനോയിഡ് കാരണം ഇത്ര കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, സർജറി ചെയ്യാതിരിക്കുകയാണെങ്കിൽ എന്ത് കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത്? ഈ അഡിനോയിഡും ഇത് ടോൺസിലൊക്കെ കാരണം ഈ നാരോയിഡ് എയർവേ കാരണം നമ്മൾ എടുക്കാണ്ടിരിക്കുകയാണെങ്കിൽ കുട്ടി വാ തുറന്നായിരിക്കും ഉറങ്ങുക. അപ്പോൾ അവർക്ക് ഹൈ ആർച്ച്ഡ് പാലറ്റ്, പിന്നെ മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാത്തത് കാരണം സൈനസ് ഡെവലപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ അവർക്ക് ലോങ് ഫേസസ്, ഇലോങ്കേറ്റഡ് ഫേഷ്യസ്. പിന്നെ ഇവർക്ക് നമുക്ക് ചെവിയും തൊണ്ടയായിട്ട് കണക്ട് ചെയ്യുന്ന ട്യൂബുണ്ട്, യൂസ്റ്റേഷ്യൻ ട്യൂബ്. ഈ അഡിനോയിഡ് ഗ്രന്ഥി വലുതായിരിക്കുന്നത് കാരണം യൂസ്റ്റേഷ്യൻ ട്യൂബ് ബ്ലോക്ക് കാരണം ചെവിക്കകത്ത് വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യത. സീറസ് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയും. ഓട്ടൈറ്റിസ് മീഡിയ വിത്ത് എഫ്യൂഷൻ, അത് വെള്ളം കെട്ടിക്കിടക്കും ഈ അഡിനോയിഡ് കാരണം. അങ്ങനെ വരുമ്പോഴത്തേക്കും കുട്ടിക്ക് സ്കൂളിൽ അതിൻ്റെ പെർഫോമൻസ് അഫക്റ്റഡ് ആവും. അവർക്ക് സ്കൂളിലും ഇരുന്ന് ഉറങ്ങാൻ തുടങ്ങും, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ എല്ലാത്തിലും അഫക്റ്റഡ് ആവും, കുട്ടികളുടെ കോൺഫിഡൻസും കുറയാൻ തുടങ്ങും, ബ്രെയിൻ വളർച്ചയും കുറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുട്ടി 3 മാസത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ENT സർജനെ കണ്ട് വെദർ കണ്ടിന്യൂ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണോ അതോ സർജറി വേണോ എന്നുള്ളത് തീരുമാനം എടുക്കേണ്ടി വരും. ഡോക്ടർ നേരത്തെ ഇങ്ങനെ സ്ലീപ്പ് സ്റ്റഡി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ കൂർക്കം വലിയുള്ള അഡൾട്ട് ആയിട്ടുള്ള ആൾക്കാർ പലരും സ്ലീപ്പ് സ്റ്റഡി ചെയ്യേണ്ടി വരുന്നുണ്ട്. എന്താണ് അങ്ങനെ സ്ലീപ്പ് സ്റ്റഡി ചെയ്ത് നമ്മൾ എന്താ കണ്ടുപിടിക്കുക? സ്ലീപ്പ് സ്റ്റഡിയിൽ നമ്മൾ നോക്കുന്നത് രാത്രി പേഷ്യൻ്റ് വന്ന് സ്ലീപ്പ് ലാബുണ്ട് നമുക്ക്, സ്ലീപ്പ് ലാബിൽ വന്ന് കിടക്കും, നമ്മളെല്ലാം മോണിറ്റർ ചെയ്യും. ECG, EMG, EEG എല്ലാം, നമ്മുടെ ബ്രെയിൻ എത്ര പ്രാവശ്യം എഴുന്നേക്കുന്നു, സ്പെസിഫിക്കലി നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷൻ എത്ര കുറയുന്നു, രക്തത്തിലെ ഓക്സിജന്റെ അളവ് നമ്മൾ അളക്കും. തീർച്ചയായിട്ടും. അതിനകത്ത് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ആപ്നിയ ഹൈപ്പോപ്നിയ ഇൻഡെക്സ്, എത്ര പ്രാവശ്യം നമുക്ക് ശ്വാസം നിലച്ചു പോകുന്നു എന്നുള്ളത്. ആ ഇൻഡെക്സ് 1 മണിക്കൂറിൽ എത്ര പ്രാവശ്യം, ആ ഇൻഡെക്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ സിവിയറിറ്റി ഓഫ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. നോർമൽ അപ് ടിൽ 5 ആണ്. മോർ ദാൻ 5 ആൻഡ് അപ് ടിൽ 30 ഇറ്റ്സ് ലൈക്ക് മൈൽഡ് ടു മോഡറേറ്റ്. മോർ ദാൻ 30 വന്നു കഴിഞ്ഞാൽ സിവിയർ ആണ്. അപ്പോൾ ആ സിവിയർ ഡിഗ്രി ഓഫ് സ്ലീപ്പ് ആപ്നിയ ഉണ്ടോ, അപ്പോൾ ആ സ്ലീപ്പ് ആപ്നിയ വരുമ്പോഴത്തേക്കും എത്ര ഓക്സിജൻ സാച്ചുറേഷൻ കുറയുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. അതനുസരിച്ചാണ് നമ്മൾ ഫർദർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇവർക്ക് പലപ്പോഴും ലങ് ഫംഗ്ഷൻ ടെസ്റ്റിനും ഡോക്ടർ അഡ്വൈസ് ചെയ്യാറുണ്ട്. ലങ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കാം? ഈ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് പൾമണോളജിസ്റ്റ് മെയിൻലി ലങ് കോസസ് വല്ലതും ഉണ്ടോ, എന്തുകൊണ്ടാണ്, എന്തെങ്കിലും ഉണ്ടോ അസോസിയേറ്റഡ് ആയിട്ട് അതിൻ്റെ കൂടെ ലങ്സിന് നല്ല കുറവുണ്ടോ എന്ന് കണ്ടുപിടിക്കും. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരു ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ സിൻഡ്രോം കാരണമാണ് സ്നോറിങ് എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ അത് പെർമിറ്റ് ചെയ്താൽ എന്താ കുഴപ്പം? ഈ നമ്മൾ ഈ സിമ്പിൾ സ്നോറിങ്ങും ഉണ്ട്, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ലീപ്പ് സ്റ്റഡിയിൽ വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്കൊരു വലിയ പ്രശ്നമൊന്നും ഇല്ല പാർട്ട്ണർ എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷേ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ കണ്ടിന്യൂസ്ലി ഈ ഇത്രയും സിവിയറിറ്റിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ പഠനങ്ങൾ കാണിക്കുന്നത് അറൗണ്ട് 60% ഓഫ് ആൾക്കാർക്ക് ഇൻ ഫ്യൂച്ചർ ഹാർട്ട് പ്രോബ്ലംസ് വരാം, ആൻഡ് 40% സ്ട്രോക്ക് വരാം. ആൻഡ് ഡയബറ്റീസിന് ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക് അത് വേഴ്സൺ ചെയ്യും, ആൻഡ് ഓൾറെഡി ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്കും അത് കൺട്രോൾ കിട്ടത്തില്ല. BP കൂടാം, ഡെത്ത്, എസ്പെഷ്യലി ഏർലി മോർണിംഗ്സിലുള്ള ഡെത്ത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉള്ള ആൾക്കാർക്ക് കൂടുതലാണ്. അപ്പോൾ സാധാരണ നിലയ്ക്ക് ഒരു ENT സർജനെ കാണുകയാണെങ്കിൽ ഇപ്പോൾ ഈ സ്ലീപ്പ് അപ്നിയ ചില കാരണം കൊണ്ട്, ലോക്കൽ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ സ്ലീപ്പ് ഉറക്കത്തിൽ ശ്വാസം നിന്ന് പോകാം, അതൊക്കെ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് എന്താണ് കോസ് എന്ന് കണ്ടുപിടിക്കണം ആദ്യം. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് നമുക്ക് ബോഡി മാസ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ ഫസ്റ്റ് ഈസ് വെയിറ്റ് റിഡക്ഷൻ. തടി കൂടിയ ഒരാൾ തടി കുറച്ചാൽ തന്നെ ഒരുവിധം കൺട്രോൾ ആക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ 10% റിഡക്ഷൻ ഓഫ് വെയിറ്റ് ദാറ്റ് വിൽ റെഡ്യൂസ് 25% ഓഫ് OSA എന്നാണ് കാണിക്കുന്നത്. 10% വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ 25% ബ്ലോക്കും നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ വെയിറ്റ് റിഡക്ഷൻ ഈസ് ദ ഫസ്റ്റ് തിങ്. പിന്നെ നമുക്ക് നമ്മുടെ എന്തുകൊണ്ടാണെന്നുള്ളത് കോസ് നമ്മൾ കണ്ടുപിടിച്ച് അതിനെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അതിനുള്ള സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. നമുക്കിപ്പോൾ ഫ്ലെക്സിബിൾ സ്കോപ്പി നമ്മൾ OP ബേസിസിൽ ചെയ്യുന്നു. നമുക്ക് പിന്നെ ഫർദർ ഇവാലുവേഷൻ സ്ലീപ്പ് സ്റ്റഡി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിയേറ്ററിൽ നമ്മളൊരു പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് കോൾഡ് DISE, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സ്ലീപ്പ് എൻഡോസ്കോപ്പി. അതായത് സ്ലീപ്പ് എൻഡോസ്കോപ്പി. അത് അനസ്തെറ്റിസ്റ്റ് നമുക്ക് മരുന്ന് തരുന്നുണ്ട്, അനസ്തെറ്റിക് ഡ്രഗ് കൊടുക്കും. അത് ഇറ്റ് വിൽ മിമിക് ദ നാച്ചുറൽ
സ്നോറിങ് ആൻഡ് ആപ്നിയ. നമുക്ക് ഉറങ്ങുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു അത് ഇൻഡ്യൂസ് ചെയ്യും, പഠിക്കാൻ വേണ്ടി ഇൻഡ്യൂസ് ചെയ്യും. ആൻഡ് വി യൂസ് ദ ഡ്രഗ് വിച്ച് ഡസൻ കോസ് സെൻട്രൽ ഡിപ്രഷൻ. മുകളിൽ ബ്രെയിനിൻ്റെ കൺട്രോള് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് രാത്രി എന്ത് സംഭവിക്കുന്നു അത് എക്സാക്ട്ലി സെയിം നമുക്ക് തിയേറ്ററിൽ അനസ്തെറ്റിക് ഡ്രഗിൽ മിമിക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എക്സാക്ട്ലി അറിയാൻ പറ്റും ഏത് ലെവലിലാണ് ബ്ലോക്ക്, ആൻഡ് ആ ലെവലിലുള്ള ബ്ലോക്ക് നമ്മൾ ടാക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറയും. രണ്ട് തരം സ്ലീപ്പ് അപ്നിയ ഉണ്ട്, പെരിഫറലും സെൻട്രലും എന്ന് പറയുന്നത്. എന്താണ് ഈ പെരിഫറലും സെൻട്രലും തമ്മിൽ വ്യത്യാസം? പെരിഫറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡെഫിനറ്റ്ലി എയർവേയിലുള്ള കൊളാപ്സ്, പെരിഫറൽ കോസസ് ഈ പുറത്ത് കാണുന്നത്. സെൻട്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ അകത്തുള്ള എന്തെങ്കിലും സെൻട്രൽ കോസസ് കൊണ്ടുവരുന്നതാണ് സെൻട്രൽ ആപ്നിയ. ഈ പെരിഫറൽ കോസസിനാണ് നമ്മൾ ഈ സർജറി ഇതൊക്കെ പറയുന്നത്. സെൻട്രൽ കോസസ് വി ഹാവ് ടു ഇവാലുവേറ്റ് മോർ, ലൈക്ക് സ്ലീപ്പ് സ്റ്റഡിയുടെ കൂടെ തന്നെ നമ്മൾ സ്ലീപ്പ് ലേറ്റൻസി ടെസ്റ്റ് അതുപോലത്തെ എല്ലാം കൂടെ നമുക്ക് ചെയ്യേണ്ടി. എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്ത് ഈ സ്ലീപ്പ് അപ്നിയോ അല്ലെങ്കിൽ സ്നോറിങ്ങോ കൂർക്കം വലിയോ ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ആദ്യം നമ്മൾ സ്ലീപ്പ് സ്റ്റഡി കഴിഞ്ഞിട്ട് സിവിയറിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ നമ്മളൊന്ന് ടൈട്രേറ്റ് ചെയ്യും. അതായത് നമ്മളൊരു മെഷീൻ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് എയർ വായിക്കകത്തോടെ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ ഈ എയർവേ തുറന്നിരിക്കും. അത് ആക്ച്വലി ഇറ്റ്സ് എ സ്മോൾ മെഷീൻ. ഒരു ട്യൂബ് ഉണ്ടാവും, മാസ്കും കൂടെ കൊടുത്ത് കാണും. എന്നിട്ട് അതിൽ കൂടെ എയർ പുഷ് ചെയ്യുമ്പോഴത്തേക്കും ഈ കൊളാപ്സ് ചെയ്ത എയർവേ നീങ്ങി കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ നമുക്ക് അകത്ത് കിട്ടുന്നു. അപ്പോൾ ആദ്യം നമ്മൾ CPAP ടൈട്രേറ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് വെരി സിവിയർ ആണെങ്കിൽ വി വിൽ ഗിവ് ദം ദ ഓപ്ഷൻ CPAP ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ആൻഡ് സർജറി നമ്മൾ യൂഷ്വലി ഓപ്റ്റ് ചെയ്യുന്നത് CPAP കോംപ്ലയൻറ്റ് അല്ല, ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങൾക്കിത് ജീവിതകാലം മുഴുവൻ ഇത് ബുദ്ധിമുട്ടാണ് ചില ആളുകൾ പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയും ഓക്കെ എന്നാൽ പിന്നെ ഡൈസ് ചെയ്ത് നമുക്ക് സർജറി പ്ലാൻ ചെയ്യാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതും തന്നെ ഈ ഡൈസ് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ ചില ആളുകൾ നമുക്ക് സർജറിയും കൂടെ ചെയ്യാമെന്ന് പറയും. ചില ആളുകൾ പറയും ഡൈസ് കണ്ടിട്ട് ഏത് ലെവലിലാണ് എന്നുള്ളത്. ആൻഡ് പല ഡിഗ്രി ഓഫ് കൊളാപ്സ് ഉണ്ട് ആൻഡ് പല ലെവൽ ഓഫ് കൊളാപ്സ് ഉണ്ട്. എല്ലാ ലെവലും ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ മൂക്കിൻ്റെ പുറകെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം അത് ടാക്കിൾ ചെയ്തിട്ട് വേണം താഴ്പോട്ട് ഓറോഫാരിങ്സ് അല്ലെങ്കിൽ ടങ് ബേസ് ചെയ്യുക. അപ്പോൾ ഒറ്റ ടൈമിൽ തന്നെ പല ലെവലിലുള്ള കൊളാപ്സ് ചെയ്യുന്നത് ലൈക്ക് അത് കുറച്ചും കൂടെ പേഷ്യൻസ് ഹോസ്പിറ്റൽ സ്റ്റേ കൂട്ടും. ആൻഡ് കൂടാണ്ട് വെന്റിലേറ്ററിൻ്റെ ആവശ്യവും പോസ്റ്റ് ഓപ്പ് വേണ്ടി വരും ടങ് ബേസിൽ ചെയ്യുമ്പോൾ. ആദ്യം മുകളിലത്തതൊന്ന് കൺട്രോൾ ചെയ്തിട്ട് നെക്സ്റ്റ് ലെവലിലാണ് ഞങ്ങൾ ചെയ്യുക. ഉദാഹരണത്തിന് പോളിപ്പ് അല്ലെങ്കിൽ അഡിനോയിഡ് അതൊക്കെ റിമൂവ് ചെയ്താൽ തന്നെ ഈ സ്നോറിങ് കുറയ്ക്കും അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. മറ്റ് ചില ഇപ്പോൾ ഓൺലൈൻ സൈറ്റിലൊക്കെ സ്നോറിങ് കുറയ്ക്കുക എന്ന് പറഞ്ഞ കുറേ ഡിവൈസുകളൊക്കെ മൂക്കിലൊട്ടിച്ച് വെക്കുന്നൊക്കെ കാണുന്നത്, അതൊക്കെ ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഓക്കെ. അത് നമുക്ക് സൈക്കോളജിക്കൽ റിലീഫ് എല്ലാം കിട്ടിയാൽ, ഒരു അല്ലാണ്ട് വലിയ റിലീഫ് കിട്ടത്തില്ല. ഓക്കെ. മറ്റൊരു കാര്യം, ഇപ്പോൾ നമുക്ക് താടിയെല്ലിനൊക്കെ ചില കറക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത്തരം അസുഖങ്ങളൊക്കെ കുറയ്ക്കാമെന്ന് കേട്ടു. അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. റെട്രോഗ്നാത്തിസം, അതായത് താടിയെല്ല് പുറകോട്ട് പോവുക, വളരെ ചെറിയ താടിയെല്ല്, അതുള്ളപ്പോൾ ടങ് ബേസിലിൻ്റെ കൊളാപ്സ് വളരെ കൂടുതലായിരിക്കും. നമ്മുടെ ഉള്ളിലേക്ക് തള്ളും. നമ്മുടെ ഇവിടെ തന്നെ ഡെൻ്റൽ ഡോക്ടേഴ്സ് നമുക്ക് മാൻഡിബുലർ അഡ്വാൻസ്മെൻറ്റ് പ്രൊസീജിയേഴ്സ്, അതായത് മാൻഡിബിൾ കുറച്ച് പുറത്തോട്ട് വരിക, മുന്നോട്ട് കൊണ്ടുവരിക. പിന്നെ ടങ് റീറ്റെയിനിങ് ഡിവൈസസ് ഉണ്ട്, അതായത് ടങ് ബേസിനെ കുറച്ച് പുഷ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ആ കൊളാപ്സ് ആ ടങ് ബേസ് ലെവലിലുള്ളത് കുറച്ച് ശ്വാസം അകത്തോട്ട് പോകും. അപ്പോൾ ഓക്സിജൻ സപ്ലൈ രാത്രി കിട്ടുമ്പോഴത്തേക്കും അടുത്ത ദിവസത്തെ നമ്മുടെ എഫക്റ്റീവായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനും എല്ലാം പറ്റും. അപ്പോൾ അത് ഡെൻ്റൽ ഡോക്ടേഴ്സ് നമുക്ക് ആ ഡിവൈസസ് ഉണ്ടാക്കി തരും. ഓക്കെ. അപ്പോൾ നമ്മൾ ഡോക്ടർ സർജറി ചെയ്താൽ ഇത് ഒരു പരിധിവരെ പല സർജറിക്ക് ശേഷം ഇത് കുറയുമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ സർജറി ചെയ്താലും അതിനുശേഷം കൂർക്കം വലിക്കുന്ന ആൾക്കാരുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് നമ്മൾ എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ പല ലെവലിലുള്ളത് നമ്മൾ ടാക്കിൾ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ടും നമുക്ക് പിന്നെയും പെട്ടെന്ന് ബോഡി മാസ് ഇൻഡെക്സ് കൂടുന്നു, വെയിറ്റ് കൂടുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ചുറ്റും നമ്മുടെ എയർവേക്ക് ചുറ്റും ലിപ്പിഡ് ഡെപ്പോസിഷൻ, ഫാറ്റ് ഡെപ്പോസിഷൻ, തടി കൂടുന്ന സമയത്ത് എയർവേക്ക് ചുറ്റും കൊഴുപ്പടിഞ്ഞു കൂടുന്നു. അങ്ങനെ ഉള്ളത് കൊണ്ടും വരാം. ഇല്ലെങ്കിൽ നമുക്ക് വല്ലാണ്ട് കൊളാപ്സ് ഉണ്ട്, അപ്പോൾ അത് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും അതങ്ങനെ വരാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ കൂർക്കം വലി എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഉള്ള ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ അവരറിയുന്നില്ല.
ചിലപ്പോൾ വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ആണ് ഇത് ശരിക്കും ആക്ച്വലി അറിയുന്നത്. അപ്പോൾ അങ്ങനെ കൂർക്കം വലിക്കുന്നവരോട് മാഡത്തിന് കൊടുക്കേണ്ട ഒരു മെസ്സേജ് എന്താണ്? കൂർക്കം വലിക്കുന്ന ആൾക്കാർ ഇത് വളരെ ഒരു നിസ്സാരമായി തള്ളിക്കളയരുത്. അത് നമ്മൾ പ്രോപ്പർലി അത് ഇവാലുവേറ്റ് ചെയ്യണം. വെദർ നമ്മുടെ ഹെൽത്തിനെ തന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അതനുസരിച്ച് വേണം നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും. അതുകൊണ്ട് എല്ലാവരും തന്നെ കൂർക്കം വലി നിസ്സാരമായി കളയാണ്ട് അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും ഇത് സിമ്പിൾ സ്നോറിംഗ് ആണോ അതോ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് തീർച്ചയാക്കണം. ഈ വിഷയത്തെപ്പറ്റി വളരെ വിശദമായി തന്നെ ഡോക്ടർ നമ്മുടെ പ്രേക്ഷകരോട് സംസാരിച്ചു. നന്ദിയുണ്ട്. കൂർക്കം വലി എന്ന് പറയുന്ന ഈ വിഷയത്തെപ്പറ്റി വളരെ വിശദമായി നമ്മളോട് സംസാരിച്ച ഡോക്ടർ രേണുക. ഡോക്ടർ രേണുക അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ENT വിഭാഗം കൺസൾട്ടൻറ്റും പ്രൊഫസറുമാണ്. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.